ദൈവിക അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സുന്ദരമായ നോവലാണ് ലിയോ ടോൾസ്റ്റോയുടെ റിസറക്ഷൻ എന്ന നോവൽ. ഇതിലെ കേന്ദ്ര കഥാപാത്രം ഡിമിത്രി ഐവാനോവിച്ച്. ഒരു ഈസ്റ്റർ പാതിര കുർബാനയ്ക്ക് മുമ്പുള്ള സമയത്താണ് ജീവിതത്തെ മൊത്തത്തിലൊന്നും മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇയാൾ തൻ്റെ തെറ്റുമൂലം വഴിയാധാരമാക്കപ്പെട്ടൊരു പെൺകുട്ടിക്ക് പുതിയൊരു ജീവിതം നൽകാൻ തീരുമാനിക്കുന്നു. ഇനി തന്നെ ആശ്രയിച്ച് കഴിയുന്ന അടിയാന്മാർക്ക് ഭൂസ്വത്ത് വീതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ മൊത്തത്തിൽ വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കി ദൈവികതയുടെ ശരി വഴികളിലൂടെ നടക്കാൻ തീരുമാനമെടുക്കുന്ന ആ സമയം പെട്ടെന്ന് പാതിര കുർബാനയ്ക്കുള്ള സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മണി മുഴങ്ങുന്നു അകലെയുള്ള പള്ളിയിൽ നിന്ന്. ഇയാൾ പറയുന്നൊരു വാചകം ഉണ്ടപ്പോൾ, ഇത്തവണ സത്യമായിട്ടും ക്രിസ്തു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അനുഭവം എൻ്റെ കൂടി ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അനുഭവമായി മാറുന്നത് എപ്പോഴാണ്? അപ്പോഴാണ് യഥാർത്ഥ ഈസ്റ്റർ സംഭവിക്കുക. എത്രയെത്ര ഈസ്റ്റർ കഴിഞ്ഞു, എത്രയെത്ര നൊയമ്പാചരണങ്ങൾ കഴിഞ്ഞു, എന്നിട്ടിപ്പോഴും നിങ്ങളെന്താ ശരിയാവാത്തത് എന്നുള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന മട്ടിൽ നമ്മളിപ്പോഴും ശരികേടി തന്നെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റർ ആഘോഷത്തിന് എന്ത് അർത്ഥമാണുള്ളത്? അപ്പോൾ ഈസ്റ്റർ ആഘോഷം സുന്ദരമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഞാനെന്ന ഭാവം ഒന്നൊഴിച്ചു കളയണം. എംപ്റ്റി ദ കപ്പ് ബിഫോർ യു ഗെറ്റ് ഫിൽഡ് അഗെയിൻ. ഇത് സെൻ ബുദ്ധിസ്റ്റുകൾ പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയാണ്. ഒരു പ്രൊഫസർ അയാളുടെ അറിവിങ്ങനെ അകത്ത് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഇയാളുടെ അകത്ത് ഗർവ് നിറഞ്ഞിരിക്കുകയാണല്ലോ. ഗുരു എന്താ ചെയ്യുക? ഒരു ചായക്കോപ്പയിലേക്ക് ചായ പകർന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോപ്പ നിറഞ്ഞ് ചായ തുളുമ്പുകയാണ്. എന്നിട്ടും ഗുരു നിർത്തുന്നില്ല. പ്രൊഫസർ പറഞ്ഞു, ദ കപ്പ് ഈസ് ഓവർഫ്ലോയിങ്. കപ്പ് നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഗുരു ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു, സോ യു ആർ. നിങ്ങളും നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് നിങ്ങളുടെ അറിവ് കൊണ്ടും നിങ്ങളുടെ ധാരണകൾ കൊണ്ടും. എന്നിട്ട് ഗുരു പറഞ്ഞു, എംപ്റ്റി ദ കപ്പ് ടു ഗെറ്റ് ഫിൽഡ്. ഫില്ല് ചെയ്യപ്പെടാൻ വേണ്ടി ഈ ജീവിതത്തിൻ്റെ കോപ്പ ഒന്ന് ഒഴിച്ചിടുക. എൽ സാൽവദോറിലെ രസകരമായ രീതിയുണ്ട്. എൽ സാൽവദോറിൽ എന്താണ്, വിശുദ്ധ വാരത്തെ അവർ ക്ലീനിങ് വീക്ക് എന്ന് വിളിക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുക? വീടുകൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കും. വീടുകൾ മാത്രമല്ല, അവരുടെ ഉള്ളും ഒന്ന് വൃത്തിയാക്കിയാണ്. ശരിയല്ലാത്ത ജീർണമായിട്ടുള്ള നിഷേധ ഭാവങ്ങളെല്ലാം പുറത്തേക്ക് തള്ളിക്കളയുകയാണ്. എന്നിട്ട് ജീവിതത്തിൻ്റെ നന്മയായ ജീവൻ്റെ ജീവനായ യേശുവിനെ ഹൃദയത്തിലേക്ക് സംവഹിക്കുകയാണ്. എന്നിട്ട് ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിൻ്റെ അനുഭവം പങ്കിടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അകത്ത് നിറഞ്ഞിരിക്കുന്ന ദേഷ്യം, വെറുപ്പ്, വഞ്ചന, കലുഷിത ഭാവങ്ങൾ, നിഷേധ ഭാവങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയുക. എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവനോടൊപ്പം സ്വർഗോന്മുഖമായ യാത്ര തുടരുക. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായിട്ട് ഇങ്ങനെ എംപ്റ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തേക്കൊന്ന് നോക്കണം. അകത്തുള്ള ഒരു യൂദാസുണ്ട്, ഒരു ഒറ്റുകാരനുണ്ട്. ചില സാഹിത്യകൃതികളൊക്കെ യൂദാസ് കറിയോത്തിയെ വെളുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ മനുഷ്യൻ കള്ളനായിരുന്നത് കൊണ്ടും പണത്തോട് ചായ്വുണ്ടായിരുന്നത് കൊണ്ടും അയാൾ ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കാൻ തക്കം പാർത്ത് നടന്നു. ഇനി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഉള്ള ഒരു വളരെ രസകരമായ രീതിയുണ്ട്. അത് വലിയ ശനിയാഴ്ച നടത്തപ്പെടുന്ന രീതിയാണ്. ക്വേമ ദെൽ ഹുദാസ് എന്ന പേരിൽ. എന്താണത്? ബേണിംഗ് ഓഫ് ജൂഡസ്. ഈ യൂദാസ് കറിയോത്തിയെ ബേൺ ചെയ്യാണ്. അതായത് ഈ വിശുദ്ധവാര ദിനങ്ങളിലൊക്കെ സമയമെടുത്ത് വലിയൊരു കടലാസ് പ്രതിമയുണ്ടാക്കും. അതിനെ എല്ലാവരും കൂടി ചേർന്ന് കത്തിച്ച് കളയും. ഇനി അർജൻറ്റീന പോലുള്ള രാജ്യങ്ങളിൽ ഇതിനെ ക്വേമ ദെൽ ആനോ വീജോ എന്ന് പറയും. അതായത് കഴിഞ്ഞ വർഷത്തെ മൊത്തത്തിൽ കത്തിച്ച് കളയാണ്. അത് പ്രതീകാത്മകമായിട്ട് പറഞ്ഞിരുന്നത് എന്താണ്? എൻ്റെ ഉള്ളിലൊരു കള്ളനുണ്ട്, ഒരു ഒറ്റുകാരനുണ്ട്, നിഷേധിയുണ്ട്, വല്ലാതെ സ്വാർത്ഥയായിട്ടുള്ള സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളുണ്ട്. അയാൾ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കുന്നു, ചുറ്റുമുള്ളവരെ പറ്റിക്കുന്നു, ദൈവത്തെ പറ്റിക്കുന്നു, പ്രപഞ്ചത്തെ പറ്റിക്കുന്നു, മൊത്തം പറ്റിക്കലാണ്. അങ്ങനെയുള്ള ഒരാളെ ഇല്ലാതാക്കിയാലേ ഉയർത്തെഴുന്നേൽപ്പ് അനുഭവം ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഉള്ളിലേക്ക് നോക്കുക.
സ്വയം പറ്റിച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവൻ വെള്ളമടിച്ച് കുഴിമാടം മാത്രമാണ്, അകത്ത് ജീർണതയാണ്, അകത്ത് വല്ലാത്ത ദുർഗന്ധം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അകത്തെ ഈ ഉദാസിനെ കത്തിച്ച് കളയുക, അങ്ങനെ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരിക. മൂന്നാമതായിട്ട്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കണം. നമ്മളൊക്കെ അറിയാതെ കുരിശുകളായി മാറിയിട്ടുണ്ട്. പങ്കസീനാൻ, ഈ ഫിലിപ്പീൻസിലുള്ള പങ്കസീനാൻ എന്ന പ്രൊവിശ്യയിൽ വളരെ അല്പം ക്രൂരമെന്ന് പറയപ്പെടാവുന്ന ഒരു രീതി ദുഃഖവെള്ളിയാഴ്ച അരങ്ങേറാറുണ്ട്. അതായത് ലിറ്ററലി പല ആളുകളെയും കുരിശിലേറ്റും. വെറുതെ കെട്ടിത്തൂക്കി ഇടുകയല്ല, മറിച്ച് കൈകാലുകളിലേക്ക് ആണി അടിച്ച് കയറ്റും. സഭ ഇതിനെ വിലക്കിയിട്ടുണ്ട്, കാരണം അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. മാത്രമല്ല, ചില ആളുകൾ, യുവാക്കളെല്ലാവരും തന്നെ ചമ്മട്ടി കൊണ്ട് പുറത്ത് അടിച്ച് മുറിവുണ്ടാക്കും. നമ്മൾക്കിങ്ങനെ പുറത്തൊരു കുരിശുണ്ടാക്കി വെക്കാൻ എളുപ്പമുണ്ട്, കുരിശ് തൂങ്ങാൻ എളുപ്പമുണ്ട്. പക്ഷേ നമ്മൾ കുരിശിലേറ്റിയ ആളുകളെ താഴേക്ക് ഇറക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വല്ലാതെ കള്ളു കുടിച്ച് ഉന്മത്തനായൊരു മനുഷ്യൻ, അയാൾക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട്, വർഷത്തിലൊരിക്കൽ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. അപ്പോൾ കള്ളു കുടിച്ച് വന്ന് ഭാര്യയെ നന്നായിട്ട് മർദ്ദിച്ച് അവളെ നിലത്ത് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പള്ളിയിലേക്ക് പോകാൻ കുതിച്ചു പാഞ്ഞ് ഒരുങ്ങുകയാണ്. ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ കുരിശിൽ നിന്ന് ഇറക്കാതെ എന്തിനാണ് പള്ളിയിലുള്ള കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഓടിപ്പോകുന്നത്? ഇത് നമ്മുടെ വീട്ടിലേക്ക് സംഭവിക്കുന്നൊരു കാര്യമായിരിക്കാം. വീട്ടിലുള്ള ഒരാൾ കുരിശിൽ കിടക്കുകയാണ്, വീട്ടിലുള്ള പലരും കുരിശിൽ കിടക്കുകയാണ്, എന്നിട്ട് കുരിശിൽ കിടക്കുന്ന കർത്താവിനെ ഇറക്കി വെക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചില നേരങ്ങളിൽ നമ്മളതിനെ കുരിശ് തന്നെയായി മാറിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ക്രോസ് ബെയറാകാം, അല്ലെങ്കിൽ ക്രോസ് മേക്കറാകാം. ക്രോസ് മേക്കറാണ് പലപ്പോഴും ഞാൻ എന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാണ്. ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി സ്ത്രീ കുരിശെരയുകയാണ്. കുരിശെവിടെ? ഭർത്താവ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുരിശ് നീ തന്നെയാണ്. നീ ഇങ്ങനെ വെളുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് കൈവിരിച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു കുരിശ് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ജീവിതത്തിലും സത്യമല്ലേ? നമ്മളും അറിയാതെ കുരിശായി മാറിയിട്ടുണ്ട്. അപ്പോൾ കുരിശായി മാറിയ ഞാൻ ഉയർപ്പിൻ്റെ ചിഹ്നമായി മാറണം. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുക. ഇനിയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ബെർമുഡയിൽ വളരെ രസകരമായൊരു രീതിയുണ്ട്. ആ രീതി എന്താണ്? എല്ലാവരും തന്നെ ദുഃഖവെള്ളിയാഴ്ച പട്ടം പറത്തലിൽ ഏർപ്പെടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതോ ഒരു സൺഡേ ക്ലാസ്സിൽ കർത്താവിൻ്റെ ഉദ്ധാനം എങ്ങനെയാണെന്ന് ചോദിച്ച കുട്ടിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഒരു അധ്യാപകൻ ഒരു പട്ടം ഉണ്ടാക്കി പറത്തി. ആ ഒരു ഓർമ്മയിൽ നിന്ന് പിന്നെ ഇപ്പം എല്ലാവരും പട്ടം പറത്തുന്നു. രസകരമായ ഒരു രീതിയാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വിശാലമായിട്ടുള്ള ആകാശത്തേക്ക് പറന്നു കയറേണ്ടവരാണ് നമ്മളൊക്കെ. അതാണ് ഉയർപ്പെന്ന് പറയുന്നത്. നമ്മുടെ ലിമിറ്റഡ്നെസ്സിൽ നിന്നും അൺലിമിറ്റഡ് അവസ്ഥയിലേക്ക് ഉയരുന്നു, നമ്മുടെ ഇംപെർഫെക്ഷനിൽ നിന്നും പെർഫെക്ഷനിലേക്ക് ഉയരുന്നു. പക്ഷെ നമുക്ക് വിഘാതമായിട്ട് പലതുണ്ട്. ഇനി അങ്ങനെ ഉയരണം എന്നുണ്ടെങ്കിൽ കുറേ നിയമങ്ങളുടെ, ചിട്ടവട്ടങ്ങളുടെ ഒരു നേർത്ത നൂല് വേണം. ആ നൂല് പൊട്ടിച്ചെറിയാൻ ശ്രമിക്കരുത്. ഗുരുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയുന്നു, എൻ്റെ ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ്, ഇത് നന്നാവില്ല, ഒരു തരത്തിൽ ഞാൻ നന്നാവില്ല. ഗുരു പറഞ്ഞു, ഏത് കുത്തഴിഞ്ഞ പുസ്തകവും ശരിയാക്കാനായിട്ട് ചെറിയൊരു നൂല് മാത്രം പോരെ, ശരിയല്ലേ? സ്നേഹത്തിൻ്റെ ഒരു ചെറു ചരട്, വിശ്വാസത്തിൻ്റെ ഒരു ചെറു ചരട്, പുതിയ പ്രത്യാശയുടെ ഒരു ചെറു ചരട്, പുതിയ തുടക്കത്തിൻ്റെ ഒരു ചെറു ചരട്, ഇതൊക്കെ പോരെ നമ്മുടെ ജീവിതത്തെ നേരെയാക്കി എടുക്കുവാൻ. അങ്ങനെ നമ്മൾക്ക് മാറ്റം ഉണ്ടാകുമ്പോഴല്ലേ ഈ റിസറക്ഷന്, ഉയർപ്പിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുകയുള്ളൂ. സോരൻ കിർക്കെഗാർഡ് എന്ന ദാർശനികൻ ഇങ്ങനെ എഴുതി, ദ റിസറക്റ്റഡ് ഡിസൈപ്പിൾസ് ആർ ദ നമ്പർ 1 പ്രൂഫ് ഫോർ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഉയർപ്പിക്കപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. അവരുടെ ജീവിതം മാറി. ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ സെയിൻറ്റ് പോള് അദ്ദേഹത്തെ തന്നെ വിളിച്ചിരുന്നത് ഹോമോ നോൺ ടോളറാബിലീസ് എന്നാണ്. അതായത് അസഹിഷ്ണു വ്യക്തിത്വമുള്ള ആൾ. അയാൾ കർത്താവിനെ, ഉദ്ധിതനായ കർത്താവിനെ കണ്ടതിന് ശേഷം ദൗലോസ് ക്രിസ്തി, കർത്താവിൻ്റെ അടിമയായിട്ട് മാറുന്നു. പിന്നെ എനിക്കെല്ലാം ക്രിസ്തുവാണ്, ഞാൻ എല്ലാവർക്കും എല്ലാമായി മാറി എന്ന മട്ടിൽ അയാൾ ജീവിതം മാറ്റുന്നുണ്ട്. പത്രോസ് എത്ര ഭീരുവായിരുന്നു, പക്ഷേ ക്രിസ്തുവിനെ മുഖാമുഖം ദർശിച്ചതിന് ശേഷം അയാൾ മാറി. പിന്നീട് ഇയാൾ മെമെന്തോ ഡൊമിനി, കർത്താവിനെ ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ധീരനായൊരു മനുഷ്യനായിട്ട് മാറി.
ഇനി പന്തിയൂസ് പീലാത്തോസ് അയാൾ കൈ കഴുകി മാറിക്കളഞ്ഞ ആളാണ്. പക്ഷെ പിന്നീട് അയാൾ പശ്ചാത്തപിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവനായി മാറി. അയാൾ ചക്രവർത്തിയുടെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ വധശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നു. എത്തോപ്യൻ കോപ്റ്റിക് ചർച്ചുകളിലൊക്കെ ജൂൺ 25-ാം തീയതി ഇതിൻ്റെ ഫീസ്റ്റ് ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് ഇദ്ദേഹം വിശുദ്ധനാണ്. ഇനി ബറാബാസ് പിന്നീട് പറഞ്ഞത്, കടമായി കിട്ടിയതാണ് എൻ്റെ ജീവിതം മുഴുവൻ, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കും. അയാളുടെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു സങ്കീർത്തനം പോലെയാക്കി അയാൾ മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും എൻ്റെ ജീവിതം ഇപ്പോഴും കല്ലറയിൽ തന്നെയാണെങ്കിൽ എൻ്റെ ഈസ്റ്ററിന് എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഈസ്റ്റർ എനിക്ക് അനുഭവമായി മാറ്റണം. അതിനുവേണ്ടി ശ്രമിക്കുക. നല്ല യാത്ര നേരുന്നു.